ഹലോ ഗൈസ്. അപ്പം അങ്ങനെ കുറേ നാളത്തെ ഇടവേളകൾക്ക് ശേഷം ഞാൻ ദേ തിരിച്ചെത്തിയിരിക്കുകയാണ്. പ്രതീക്ഷിക്കാതെ കിട്ടുന്ന നിധി എന്നൊക്കെ പറയുന്ന പോലെ പ്രതീക്ഷിക്കാതെ കയറി വന്ന് തന്നെ കിളിർത്ത് വന്ന പാവല്. അതാണിത് കേട്ടോ. അതിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പാവയ്ക്ക കിട്ടും. ശരിക്കും നമ്മൾ കെട്ടിയിട്ട് കൊടുത്തില്ലെങ്കിൽ ഈച്ച കുത്തിയിട്ട് ആ പാവയ്ക്ക പോവും. എന്തായാലും ഇപ്പം തൽക്കാലം ഇന്നത്തേക്ക് നമുക്ക് തോരൻ വെക്കാനുള്ള പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു പാവയ്ക്ക കിടക്കുന്നുണ്ട് കേട്ടോ മണ്ണിലേക്ക്. ഞാൻ കാണിച്ചു തരാം. അതിന് ഇച്ചിരിയും കൂടെ വലുപ്പമുണ്ട്. ഒരു പക്ഷേ ഈച്ച കാണാതെ പോയതുകൊണ്ടായിരിക്കും. എന്തായാലും നമുക്ക് ഇന്ന് തോരൻ വെക്കാനുള്ള പാവയ്ക്ക ഈ പാവല് തന്നിട്ടുണ്ട്. കുറച്ച് മണ്ണ് പറ്റിയിട്ടുണ്ട്. അത് കഴുകിയെടുത്താൽ മാറും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ പാവയ്ക്ക പറിച്ചു. പിന്നെ നമ്മൾ ഇതിന് മുന്നേ നട്ടിരുന്ന വഴുതനയിൽ ഇപ്പോഴും വഴുതനങ്ങയുണ്ട്. അപ്പോൾ അതിന് അന്ന് 2 കുഞ്ഞി വഴുതന കിട്ടി. അതും എടുത്തു. അതുകൂടാതെ നമുക്ക് കുറച്ച് പയറൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പറിച്ചെടുത്തു. നമ്മൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ നട്ടിട്ടുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചു തരാം. നമ്മൾ ഇതിന് മുന്നേ നട്ട തക്കാളിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഡാർക്ക് ഗ്രീൻ കളറിലെ പാവലയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കാനും ഇഷ്ടമാണ്. കാണാനും ഇഷ്ടമാണ്. കണ്ണിന് നല്ല രസമല്ലേ? അപ്പം എന്തേ ആ പാവയ്ക്ക ഇത് ഞാനിപ്പോൾ പറിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു കറിക്കുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഇന്ന് കറിക്കുള്ളത് ആയതുകൊണ്ട് ഇപ്പം അത് ഞാൻ പറിക്കുന്നില്ല. പിന്നെ കുറച്ച് പയറുണ്ടായിരുന്നു. അത് മൂത്ത് പോവും. അതുകൊണ്ട് അതും കൂടെ പറിച്ചെടുത്തു. അങ്ങനെ ഇന്നത്തെ പരിപാടികൾ ദേ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.